ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മനസ്സിൽ കിടന്ന് തിളച്ചു മറിയുന്നതുകൊണ്ട് ചോദിക്കുക, അന്ന് രാത്രി ആ കുഴിയിൽ നിന്ന് അത് എടുത്തു മാറ്റിയത് മോനായിരുന്നോ? ഇതുപോലത്തെ ജീപ്പിൽ വന്ന രണ്ടുപേരാ എടുത്തു മാറ്റിയെന്ന് അന്ന് പോലീസുകാര് പറഞ്ഞത്. മോനെ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ശരിക്കും എന്താ രാത്രി അവിടെ നടന്നത്? ഇല്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഞങ്ങൾ ആ രാത്രി അവിടെ പോയി എന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അവിടെ ഈ പറയുന്ന ബോഡിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്ക് മുന്നേ ആരെടുത്ത് മാറ്റിയിരുന്നു. അയ്യോ ഈശ്വര, അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കും മോനെ? ആരാണെങ്കിലും എല്ലാ സത്യങ്ങളും അറിയാവുന്ന ഒരാളാ. അങ്ങനെ ഒരാൾ നമുക്കൊപ്പം ഉണ്ട്. അയാളാ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നേ. അയാൾ ആരാണെന്നറിയണം. എന്നാലേ ബോഡി എവിടെ ഒളിപ്പിച്ചെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റൂ. ഈശ്വര, ഇനി അങ്ങനെ ഒരാൾ കാശും ചോദിച്ച് വേലായുധം വന്ന പോലെ വരുവോ? ഇനി അങ്ങനെ ഒരാളും കൂടി വന്നാൽ താങ്ങാനുള്ള മനക്കെട്ടിയൊന്നും എനിക്കില്ല. ഒരു കാര്യം ഉറപ്പാ ശാരദാമ്മേ, അങ്ങനെ ഒരാൾ നമുക്കൊപ്പം ഉണ്ട്. ഇക്കാര്യത്തില് നമ്മളെക്കാൾ രഹസ്യം അയാൾക്കറിയാം. ഇന്ന് വേലായുധന്റെ മകളുടെ കല്യാണമായിരുന്നു. ആ, കൂട്ടുകാരനല്ലേ, പഴയ ബന്ധം പോകാതിരിക്കാൻ തോന്നിയില്ല. വിളിച്ചിരുന്നു, പക്ഷെ പോവാൻ പറ്റിയില്ല. ഗംഭീര കല്യാണം, 2 തരം പായസം. പാചകം നമ്മുടെ ഗോപിയേട്ടനായിരുന്നു, അപ്പൊ മോശം വരില്ലല്ലോ. അല്ല, മോനെ പോന്നു? ഞാൻ കുറച്ചു നേരമായി. ആ, ശാരദാമ്മേ, കുറച്ച് കറി വേണം. ആ ദേ വരുന്നു. ആ, ശാരദാമ്മ, എനിക്കൂടെ ആ കുറച്ച്. തരാം. അല്ല, ഷാരിക എവിടെ പോയി? ദേ ഇപ്പൊ വരാന്ന് പറഞ്ഞ കൊണ്ട് പോയതാ. ശാരദാമാകെ ടെൻഷനില്ല. ആ ബോഡി എവിടെ പോയി എന്ന ചിന്തയിൽ ഉറക്കലേ നടക്കുക. ഞാൻ രാത്രി അവിടെ പോയത് അത് മാറ്റാൻ തന്നെയാ. പക്ഷെ അതവിടെ ഇല്ല. ആരാണത് അവിടെ നിന്നെടുത്ത് മാറ്റിയതെന്ന് അറിയില്ല. ശാലിനിയുടെ അച്ഛനാണോ അതെടുത്ത് മാറ്റിയത്? ഈ വിവരം നമ്മൾ 1-2 പേർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. നിനക്കെന്താ വിഷ്ണു, വല്ല ഭ്രാന്തും ഉണ്ടോ? ഞാൻ അല്ലാതെ തന്നെ പല കുഴപ്പത്തിൽ നിൽക്കുക. അറിഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് എടുത്ത് ചാടൂ? എടി, നിനക്ക് അകത്ത് പണിയൊന്നുമില്ല ശാരി? ചുമ്മാ ഇങ്ങനെ വന്ന് നിൽക്കാതെ ആ കാശെങ്കിലും വാങ്ങി പെട്ടിയിലോട്ടിട്ടെ. ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടാ ചെവിയും വട്ടം പിടിച്ച് വന്ന് നിന്നോളൂ. അകത്ത് കയറി പോയേ.